മറ്റു വാർത്ത അത് കാസർഗോഡ് നിന്നാണ്. കാസർഗോഡ് മോഷണ കുറ്റം ആരോപിക്കപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തതിന് പിന്നാലെ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ആൺസുഹൃത്തിനെയും കുടുംബത്തെയും ഇന്ന് ചോദ്യം ചെയ്യും എന്നാണ് വിവരം. യുവതി സ്വർണം മോഷ്ടിച്ചുവെന്ന് ആൺസുഹൃത്തിന്റെ കുടുംബമാണ് പരാതി നൽകിയിരുന്നത്. വിഷയത്തിൽ ഇടപെട്ട മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. KV ബൈജു ഉണ്ട്. ബൈജു, വല്ലാത്തൊരു സംഭവം ആയി. കാരണം കാസർഗോട്ടെ ഈ സംഭവം അവർ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിൽ ആത്മഹത്യ അഭയം പ്രാപിക്കുന്നത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളുണ്ട്. ചില സത്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതൊക്കെ എപ്പോഴേക്ക് കൃത്യമായി പുറത്തു വരുമെന്നുള്ളത് വേണം കാത്തിരുന്നു കാണാൻ. ബൈജു, എന്താണ് ഏറ്റവും പുതിയ പോലീസിന്റെ ഈ വിഷയത്തിലെ അന്വേഷണ വഴി? രഞ്ജിത്തെ, ഇന്ന് ഏറ്റവും പ്രധാനം ഇതിൽ ഈ ഒരു ആൺസുഹൃത്തും അതുപോലെ തന്നെ ആൺസുഹൃത്തിന്റെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യും എന്നത് തന്നെയാണ്. കാരണം ഈ ആൺസുഹൃത്തിന്റെ മാതാപിതാക്കളാണ് ഈ ജസീല സ്വർണം മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നത്. എന്നാൽ തന്റെ നിരപരാധിത്വം, താൻ അങ്ങനെ സ്വർണം മോഷ്ടിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി വീഡിയോ പുറത്തിറക്കിയതിനു ശേഷമാണ് ഈ യുവതി ജീവനൊടുക്കുന്ന സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ്. അതോടൊപ്പം ഇവരുടെ ഭർത്താവ് വിദേശത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. അമീറിനെയും ഇന്ന് ചോദ്യം ചെയ്യും. എന്തായാലും ഈ ചോദ്യം ചെയ്യലിൽ ഈ കേസിൽ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ 30ഓളം പേരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അത് ഈ യുവതിയെ ഏറ്റവും ഒടുവിൽ ഈ ആശുപത്രിയിൽ അത്യാസന്ന നിലയിലായപ്പോൾ ചികിത്സയിലുണ്ടായിരുന്ന ഡോക്ടർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ തുടങ്ങി 30ഓളം പേരെ ചോദ്യം ചെയ്തിരുന്നു. ഏതായാലും ഇതിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ആദൂർ പോലീസിന്റെ ഭാഗത്തു നിന്നും യുവതിക്കുണ്ടായ ദുരനുഭവം അത് സംബന്ധിച്ച് ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത മാർച്ചിൽ നടക്കുന്ന ഈ മനുഷ്യാവകാശ സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് വളരെ നിർണായകമാണ്. ഇന്ന് പോലീസിന്റെ ഈ പ്രധാനപ്പെട്ട ആളുകളെ ഇന്ന് ചോദ്യം ചെയ്യൽ നടക്കും. ഒരുപക്ഷെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തി ഈ കേസിൽ അത്തരം നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുമോ എന്നാണ് ഇന്ന് അറിയേണ്ടത്. രഞ്ജിത്ത്, ശരി. KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.